ആരോഗ്യവകുപ്പിൽ PSC ലിസ്റ്റിൽ നിന്നുള്ള നിയമനം ഇഴഞ്ഞു നീങ്ങുന്നു. സംസ്ഥാനത്താകെ 7000-ലധികം പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് 2.5 വർഷത്തിനിടെ 1000 പേർക്ക് മാത്രമാണ് നിയമനം നൽകിയിട്ടുള്ളത്. ഡിസംബറിൽ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ ഒഴിവുകളിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്തി മുന്നോട്ടു പോവുകയാണ് സർക്കാർ. ആരോഗ്യവകുപ്പിന് കീഴിൽ നഴ്സിംഗ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2021 ഡിസംബറിലാണ്. 2 വർഷവും 7 മാസവും പിന്നിടുന്നു. എന്നിട്ടും നിയമനം കാത്തിരിക്കുന്നത് 6000-ലധികം ഉദ്യോഗാർത്ഥികളാണ്. 14 ജില്ലകളിലായി 7123 പേരാണ് ലിസ്റ്റിലുള്ളത്. ഇതുവരെ നിയമനം ലഭിച്ചത് 1006 പേർക്കു മാത്രം. നിയമനം ഇഴഞ്ഞു നീങ്ങുന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് നിരവധി പേരാണ്. പകുതിയോളം പേർക്ക് ഇനിയൊരു PSC പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി ഉടൻ പൂർത്തിയാകും. അതിനിടെ ഇതേ തസ്തികയിലേക്ക് മറ്റൊരു PSC പരീക്ഷ നടത്തി ഷോർട്ട് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് PSC. ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ പുതിയൊരു ഇതേ സെയിം കാറ്റഗറിയിലുള്ള PSC എക്സാം നടത്തുകയും അതിൻ്റെ പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് ഇറങ്ങുകയും ചെയ്തു. ഇപ്പോൾ PSC എക്സാം വെറും ഒരു പ്രഹസനം മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ ക്യാബിനറ്റ് കൂടി പാസ്സാക്കിയ പോസ്റ്റ് ക്രിയേഷനിൽ 1200 ഉണ്ടായിരുന്നു. അതിലാകെ 300 മാത്രമേ പാസ്സായിട്ടുള്ളൂ. ബാക്കി 900 പോസ്റ്റ് ക്രിയേഷൻസ് എവിടെ പോയി എന്ന് ഞങ്ങൾ സർക്കാരിനോട് ചോദിക്കുകയാണ്. ആർദ്രം പദ്ധതിയുടെ കീഴിൽ 212 ആശുപത്രികളിലേക്ക് നിയമനങ്ങൾ നടത്തേണ്ട ഫയൽ ധനകാര്യ വകുപ്പ് പിടിച്ചു വച്ചിരിക്കുന്നു. ഒഴിവുകളിലേക്ക് കൃത്യമായി പ്രമോഷൻ നടത്തുന്നില്ല. 60 വർഷം മുമ്പുള്ള സ്റ്റാഫ് പാറ്റേണാണ് ആരോഗ്യവകുപ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത് പുതുക്കണമെന്നും ആവശ്യമുണ്ട്. ഈ പാറ്റേൺ പ്രകാരം 4 രോഗികൾക്ക് 1 നേഴ്സ് എന്നതാണ് അനുപാതം. എന്നാൽ രോഗികൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ 90 രോഗികൾക്ക് 1 നേഴ്സ് എന്നതിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. മാലാഖമാരെന്ന വിശേഷണങ്ങൾക്കപ്പുറം ഉപജീവനത്തിനുള്ള മാർഗമാണ് വേണ്ടതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിയമനങ്ങൾ നടക്കാത്തതിൽ വലിയ രോഷം ഉയരുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്കാണ്. 14 ജില്ലകളിലും 7000-ലധികം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ 1000-ൽ താഴെ നിയമനങ്ങൾ മാത്രമേ നമുക്ക് നടന്നിട്ടുള്ളൂ. അതായത് 10% താഴെ മാത്രമേ നമുക്ക് നിയമനങ്ങൾ നടന്നിട്ടുള്ളൂ. പിന്നെ ഈ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ 50% ഏറെ പേരും ഏജ് ഓവറായി ഇനിയൊരു PSCക്ക് ചാൻസ് ഇല്ലാത്തവരാണ്. 2023-24 റിട്ടയർമെൻറ്റ്സ് ഒക്കെ കാര്യമായി നടത്തുന്നുണ്ടെങ്കിലും ഇതിനനുസൃതമായിട്ട് പ്രൊമോഷൻ നടക്കുന്നില്ല. അപ്പോൾ ജനറൽ ട്രാൻസ്ഫറിൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ പ്രൊമോഷൻസ് എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രൊമോഷൻസ് സമയബന്ധിതമായി നടന്നാൽ മാത്രമേ നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് 2 ലിസ്റ്റിലുള്ളവർക്ക് നിയമനം ലഭിക്കുകയുള്ളൂ. സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ആർദ്രം പദ്ധതിക്ക് കീഴിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റാഫ് ഷോർട്ടേജ് മൂലം ഇത് വേണ്ട രീതിയിൽ നടക്കുന്നില്ല. അതിന് വേണ്ട മാർഗമെന്ന് പറയുന്നത് പോസ്റ്റ് ക്രിയേഷൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ലിസ്റ്റ് 418/2019 വേണ്ട രീതിയിൽ നന്നായിട്ട് കൊണ്ടുപോയി പോസ്റ്റ് ക്രിയേഷൻ ഇതിൽ നിന്നും നടത്തി ഞങ്ങളുടെ ലിസ്റ്റ് സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിച്ച ആശങ്കയാണ് ഇപ്പോഴും കമന്റ് രൂപത്തിൽ അവരുടെ ആശങ്കകൾ അവർ അറിയിക്കുന്നുണ്ട്. ആ ആശങ്ക നമ്മൾ അതേപടി അധികൃതരുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ് ഈ റിപ്പോർട്ടിലൂടെ.